ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയും നിങ്ങൾക്കുള്ള ഗൈഡൻസുമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? ഫോർ ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ് നോക്കുന്നത്. 10 ഓഫ് സോർഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. സോ ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് സൺ കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് വന്നത് 4 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിരാശയിലാണുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിലൊരു ഡിസ്കണക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. കോമൺ ആയിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്. ഓക്കെ, എന്തായാലും ഇവിടെ നല്ല രീതിക്കുള്ള റിലേഷനെ അല്ല കാണിച്ചു തരുന്നത്. കാരണം ഇവിടെ 10 ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. പെയിൻഫുൾ എൻഡിങ് കാണിക്കുന്നതാണ് ആ ഒരു കാർഡ്. സോ നിങ്ങൾ തമ്മിലൊരു ഡിസ്കണക്റ്റ് ആണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് നിരാശയാണ് വളരെയധികം. ഇവരിലേക്ക് ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. സ്നേഹാഭ്യർത്ഥന വരുന്നുണ്ട്. സ്നേഹം കൊടുക്കാൻ ആളുകളുണ്ട് അവരുടെ ചുറ്റിനും. ബട്ട് ഇവർക്ക് ഇതൊന്നുമല്ല വേണ്ടത്. ഓക്കെ, ഇവർ ഈ വരുന്ന ആളുകളെയൊക്കെ റിജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. സ്നേഹം കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്, ബട്ട് അവർക്കത് വേണ്ട. ഓക്കെ, കാരണം ഒരാളോടുള്ളൊരു ഇഷ്ടമുണ്ട്, അത് തന്നെ മതി എന്നുള്ള രീതിയിൽ ആ ഒരു എനർജിയിൽ അവർ ഇരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവർ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു ഡിസ്കണക്റ്റ് ആണ് കാർഡ്സിലെല്ലാം കാണിച്ചു തരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ച് ഇവർ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഇവർ ഉള്ള സ്നേഹം ഇങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവരിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ക്ലാരിറ്റി തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നില്ല, നിങ്ങൾ വേണ്ട, ബ്രേക്കപ്പ് ആകാം എന്നൊക്കെ ഇവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. പെയിൻഫുൾ എൻഡിങ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവർ തന്നെ സ്വയം തീരുമാനമെടുത്ത് ഇത് വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ വിട്ടുകളയാൻ ഈ പേഴ്സൺ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾ വേറെ എവിടെയും പോകാൻ പാടില്ല. അതുപോലെ നിങ്ങളെ വിട്ടുകളയാൻ പറ്റില്ല. നിങ്ങളുടെ സ്നേഹത്തെ വേറെ ആരും എടുക്കാൻ പാടില്ല. അത് ഇവർക്ക് വേണം. ഓക്കെ, അതാണ് ഈ കാർഡ്, സെക്കൻഡ് കാർഡ് കാണിച്ചു തരുന്നത്. സോ ആ ഒരു എനർജിയിലാണ് അവരുള്ളത്. അതായത് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ആ പ്രസൻസ് അവർക്ക് വേണം. വേറെ എത്രയോ ആളുകൾ വരുന്നുണ്ട്, ബട്ട് ആ ആളുകളുടെ ഒന്നും പ്രസൻസ് അവർക്ക് ഒന്നും അല്ല. ഓക്കെ, ചുറ്റിനും അവർക്ക് സ്നേഹം കൊടുക്കുന്ന ആളുകളുണ്ട്, ബട്ട് അതൊന്നും അല്ല അവർക്ക് മിസ് ചെയ്യുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെയാണ്. ഓക്കെ, അത് അവരിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട്. രണ്ട് കാർഡ്സിലും അത് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചേഞ്ച് ആക്കി വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോവുക, നെക്സ്റ്റ് ആക്ഷൻ എടുക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ഇതൊക്കെയാണ് ഇവർ കറൻ്റ്ലി അവരുടെ തോട്ട്സിലൂടെ കടന്നു പോകുന്ന കാര്യം. ഓക്കെ, നിങ്ങളിപ്പം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് നാളായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സംസാരിച്ചിട്ടൊന്നും ഇല്ലായിരിക്കാം. ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 4 മന്ത് ടൈമൊക്കെ അത്രയൊക്കെ ആയിട്ടുണ്ടാകാം നിങ്ങളൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ. ഒരു ലോങ് ഡിസ്റ്റൻസ് മീൻസ് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു വിവരവുമില്ല, അല്ലെങ്കിൽ ബ്ലോക്കാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ ടഫായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ടുവന്നത്. പക്ഷെ അവരത് പെയിൻഫുൾ എൻഡിങ്ങാണ് കാണിക്കുന്നത്. സോ അവർ മനഃപൂർവ്വം എടുത്ത തീരുമാനമല്ല. അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണോ, അവർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ, ആ സിറ്റുവേഷൻ ബേസ് ചെയ്ത് മാത്രമാണ് ഈ പേഴ്സൺ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അവർക്ക് ഇനിയിപ്പം ഇതിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊരു കാര്യമില്ല. ഇത് തോറ്റു പോകും. ഇതിൽ എത്ര എഫേർട്ട് എടുത്താലും ഇപ്പം ഇവരിവിടെ ചിന്തിക്കുന്നുണ്ട്, ഇവർക്ക് ഐഡിയാസുകളൊക്കെ വരുന്നുണ്ട്. അവരുടെ തോട്ട്സ് വരുന്നത് നിങ്ങളിലൊരു പൂർത്തീകരണം അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം, നെക്സ്റ്റ് ആക്ഷൻ എടുക്കണം എന്നൊക്കെയാണ്. ബട്ട് ഇവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ, എന്തോ സിറ്റുവേഷൻ അവർക്കുണ്ട്, അത് സ്ട്രോങ് ആണ്. സോ അത് അവർ ഡിസിഷൻ എടുക്കുകയാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് തോറ്റുപോകും. സോ എൻഡാക്കുക. പെയിൻഫുള്ളാണ്, അത് അവർക്ക് പെയിൻഫുള്ളാണ്. ഒരിക്കലും അറിഞ്ഞുകൊണ്ടെടുത്ത ഒരു കാര്യമല്ല അതെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ഓക്കെ, കറൻറ്റ് എനർജിയിലെ അവരുടെ തോട്ട്സും അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ മെസ്സേജോ കോളോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് ഉടനെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാർഡാണിത്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ടായിരുന്നത് സൺ കാർഡാണ്. അതൊരു റിയൂണിയൻ പോസിബിലിറ്റിയെ കാണിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം വരും എന്നുള്ളത്. വേൾഡ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. എഗെയിൻ കൺഫർമേഷൻ, ബോട്ടം ഓഫ് ദ ഡെക്ക് സൺ കാർഡ്. ഒരു വെളിച്ചം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും എന്നുള്ളത്. ഓക്കെ, നിങ്ങളിപ്പം ഒരുപാട് നാളത്തെ ഒരു ഡിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി എന്നുള്ളത്. മേ ബി നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കാം, റിയൂണിയൻ നടന്നിട്ടുണ്ടാകാം, പക്ഷെ റിയൂണിയൻ നടന്നിട്ട് പോലും ആ ഒരു പഴയ ബന്ധത്തിലേക്ക് വരുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കതിവിടെ പ്രതീക്ഷിക്കും. ഇവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള എന്തൊരു ഗുഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, പെട്ടെന്ന് സ്വിച്ച് ഇട്ടാൽ വരുന്ന പോലത്തുള്ള ഒരു ചേഞ്ച് അവർക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങളെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് അഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, എന്തോ സംതിങ്, ഒരു നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു സംതിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അത് സഡൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഉടനെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ്. ആൻഡ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്വിക്കായിട്ട് വർക്ക് ആവുന്നു എന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ എനർജിയിൽ ഇവിടെ മാനിഫെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾ റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ അതിൻ്റെയൊക്കെ റിസൾട്ട് ആയിട്ടും കൂടിയാണ് ഇവിടെ എന്ത് കാണിക്കുന്നത്, നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള അവരുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഹാപ്പിനെസ് ആവാനുള്ള എന്തോ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജിയിൽ കുറച്ചും കൂടി നമുക്ക് നോക്കാം ഗൈഡൻസ് ആയിട്ട്. എന്തായാലും നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് പാത്തിലാണ്. നിങ്ങളിപ്പം എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതായിക്കോട്ടെ, മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചതായിക്കോട്ടെ, ലെറ്റ് ഗോ ചെയ്തതായിക്കോട്ടെ, നിങ്ങൾ എന്താണെങ്കിലും അത് റൈറ്റാണ്. ഞാൻ കരഞ്ഞിരിക്കുന്ന ആൾക്കാരെയല്ല പറയുന്നത്, അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ. ഓക്കെ, നിങ്ങൾ പോകുന്നത് റൈറ്റ് പാത്തിലൂടെയാണ്. ഓക്കെ, ഇവിടെ 2 ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഒരു വെയിറ്റിംഗ് എനർജി. നിങ്ങൾ എങ്ങനെ ലെറ്റ് ഗോ ചെയ്താലും, നിങ്ങൾ എങ്ങനെ മൂവ് ഓൺ ചെയ്ത് നിങ്ങളെ മനസ്സിനെ റെഡിയാക്കി എടുത്താലും നിങ്ങളൊരു വെയിറ്റിംഗ് എനർജി നടത്തുന്നുണ്ട്. അതായത് ഇവർ വരും എന്നുള്ളൊരു ട്രസ്റ്റ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ഈ ഒരു ട്രസ്റ്റിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഡൗട്ട് ചെയ്യാതെ നിങ്ങൾ ട്രസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിനെ ഹാപ്പിനെസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോകുന്നത് റൈറ്റ് പാത്തിലൂടെയാണ്. ഇതിപ്പം ചെയ്യുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ശരി തന്നെയാണോ, എന്താ ചെയ്യേണ്ടതെന്നൊരു ആൻസർ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ശരിയാണ്, അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കും. ഓക്കെ, മനസ്സിലാക്കുക. ഇത് കരഞ്ഞോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ജീവിതത്തെ സ്പോയിലാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. അല്ലാതെ മാനിഫെസ്റ്റ് ചെയ്ത് അവനവൻ്റെ ലൈഫിനെ ഒരു സെൽഫ് ലവിലൂടെയൊക്കെ കൊണ്ടുപോകുന്ന ആളുകളുടെ അടുത്താണ് ഇത് പറയുന്നത്. ഓക്കെ, ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് വന്നത്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യുക.
മനസ്സിലായോ? സറണ്ടർ ചെയ്യുക, നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് കിട്ടും. നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് കിട്ടും എന്നുള്ളതാ. നിങ്ങൾ കുറേ നാളായിട്ട് ഇത് തന്നെ കേൾക്കുന്നു, റിയൂണിയൻ എന്ന് കേൾക്കുന്നു, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. നിങ്ങളായിട്ട് അവരുടെ ലൈഫിലേക്ക് ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ മാറി നിന്ന് എഫേർട്ട് എടുക്കുക എന്നുള്ളതാ. അതായത് ഇതുപോലെ ചേസിങ് നിർത്തുക, സ്പൈ ചെയ്യുന്നത് നിർത്തുക, അവനവൻ്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുക, റെസ്പെക്റ്റ്, അവനവനൊരു റെസ്പെക്റ്റ് കൊടുക്കുക, അവനവനെ സ്നേഹിക്കുക, അവരോട് ക്ഷമിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ മാറി നിന്ന് ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് എപ്പോഴും മെസ്സേജ് അയച്ച് നോക്കുക, അവർ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ എന്താ അയക്കാത്തത്, ഇത്രയും നാളായില്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അയച്ച് ടെൻഷൻ അടിക്കുന്നു, നിങ്ങളുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, ഡിപ്രഷനായി പോകുന്നു. ഇങ്ങനെയല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ എഫേർട്ട് എടുക്കണം, ബട്ട് ഇങ്ങനെയായിരിക്കണം എഫേർട്ട് എടുക്കേണ്ടത്. അല്ലാതെ നിരാശയിലൂടെയോ അവനവൻ്റെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ, പോസിറ്റീവ് മൈൻഡിലൂടെ നിങ്ങളൊരു ട്രസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് കിട്ടും. ആ ഹാർഡ് വർക്കിനുള്ള റിവാർഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂണിവേഴ്സ് തരും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങളൊരു കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരാളുടെ എനർജിയാണ് കാണിച്ചു തരുന്നത്. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ എനർജിയാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കരുതുന്നുണ്ടാകും ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. ഒരിക്കലുമില്ല. ഇതൊക്കെ കാണുന്ന ഒരാളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾക്കുള്ളൊരു ടൈമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒന്നും നിങ്ങൾ ലൈഫിലേക്ക് കടത്തി വിടണ്ട. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പാഠങ്ങൾ കിട്ടി റിലേഷൻഷിപ്പിൽ നിന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയുമ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരിക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾ ഒരുപാട് പേരെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ പേഴ്സണെ വെച്ചിട്ട് പോലും, ഈവൻ ഇപ്പം ഈ പേഴ്സൻ്റെ ക്യാരക്ടറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ലെസൺസ് എടുത്തിട്ടുണ്ടാകും പറയുകയാണെങ്കിൽ. അപ്പം ആ ഒരു പാഠങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കിങ് ഓഫ് സോർട്സ് എന്ന കാർഡാണ്. സോ ആവശ്യമില്ലാത്തതിനെ ക്യാരി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് പിന്നെയും ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കാനോ, ഈവൻ ഈ പേഴ്സൺ വന്നാൽ പോലും ഇങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ അവരുടെ കൂടെ പോവുകയാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് പറ്റിക്കപ്പെടാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് കാണുന്നുണ്ട്. സോ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൽ. അതിനുശേഷം ഒരു ജസ്റ്റിസ് നിങ്ങൾക്കെതിരെ കിട്ടും. അതിവിടെ നമ്മൾ കണ്ടല്ലോ, റിയൂണിയൻ പോസിബിൾ നമ്മൾ കണ്ടു. എത്ര നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിലും കേട്ടോ. ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, ചില ആളുകളെങ്കിലും ഇപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ആഗ്രഹിക്കുന്നുണ്ടാകാം, വീഡിയോസ് കാണുന്നവർക്കുള്ള ഗൈഡൻസ്. നിങ്ങളിപ്പം ആരോടെങ്കിലും ഒന്നെങ്കിലും പറയാതിരിക്കാൻ, ദാറ്റ് മീൻസ് ആരുമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആരോടും പറയാൻ ഒരാളില്ല, ഫ്രണ്ട് ആയിക്കോട്ടെ ആരെങ്കിലുമൊക്കെ. അപ്പം നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും. ഭയങ്കരമായിട്ടും നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യമോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ വെറുക്കുന്നൊരവസ്ഥയൊക്കെ വരും. സോ മനസ്സിലാക്കുക, നമുക്ക് നമ്മളേ ഉള്ളൂ. സോ നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളോട് പറയുക. അതിനാണ് ഈ പേപ്പർ എടുത്തിട്ട് എഴുതിയിട്ട് ബേൺ ചെയ്യാൻ, കത്തിച്ച് കളയാനൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് ഒരാൾ തന്നെ വേണം, അയാളുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് തൃപ്തിയാവുള്ളൂ, അല്ലെങ്കിൽ അയാൾ എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുക. അങ്ങനെ ഒരാൾ വരുമ്പം, അല്ലെ അങ്ങനെയുള്ളവരുണ്ടായിക്കോട്ടെ, അങ്ങനെയുള്ളവർ വരുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കുക എന്നല്ലാതെ നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ തന്നെ നോക്കാനും ചെയ്യാനും ഒക്കെ നമ്മൾ തന്നെ പക്വത ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട. ഡിപ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ ഡിപ്പെൻഡ് ചെയ്തേ ജീവിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.